أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله صدق الله مولانا العلي العظيم يا صاحب البغداد كن لي ناصري يا مطلب الحاجات عبد القادر يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا هلت حيلتنا أدركنا ബഹുമാനികളെ ആലിമീങ്ങളും സയ്യിദന്മാരും കാരണവന്മാരും യുവാക്കളും മുതഅല്ലിമീങ്ങളും മുഅല്ലിം സുഹൃത്തുക്കളും സ്നേഹനിധികളായ ഉമ്മബങ്ങന്മാരും നിറഞ്ഞ സഭ. ഇതിന്റെ എത്രയോ ഇരട്ടി മലക്കുകൾ ഈ സഭയിൽ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ദുആയാണ് നാം കാത്തിരിക്കുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഭാഗത്ത് ദീനി ദഅവത്തിന് കഴിയുന്ന സേവനം ചെയ്ത് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ സ്നേഹിതൻ കൊളത്തൂർ അലവി സഖാഫി, അല്ലാഹു ഇൽമിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ട മതപരമായ ആത്മീയ ഉപദേശം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടേണ്ട ബാധ്യത നിർവഹിക്കുക എന്ന നിലക്ക് അദ്ദേഹം നാട്ടുകാരായ നിങ്ങളോട് ഉണർത്തിയിട്ടുണ്ട്. സ്വീകരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹിബത്തുള്ള തങ്ങളവറുകളും ഞാനും മഗ്രിബ് നിസ്കാരാനന്തരം ഇലക്ഷന്റെ വിജയാഹ്ലാദത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞിപ്പ എന്ന സഹോദരന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അവിടെ ഒരു അനുസ്മരണ ദുആ മജ്ലിസ് നടക്കുന്നുണ്ട്, അതിൽ സംബന്ധിക്കാനും വേണ്ടി പോയി. 2 മണിക്കൂർ അവിടെ സംസാരിക്കേണ്ടി വന്നു. ഖലീൽ തങ്ങളുപ്പാപ്പ പെട്ടെന്ന് ദുആ ചെയ്ത് പോയപ്പോൾ പിന്നെ അത്രയും വലിയ ഇതിനേക്കാൾ ഇരട്ടി ജനാവലിയാണ് അവിടെ. അപ്പൊ അവരോട് ഒരു 2 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവിടെ എത്താൻ വൈകിയത്. ഇവിടെ വന്നപ്പോ മനസ്സിലാകുന്നത് വൈകിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പ ഏതാനും മിനിറ്റുകൾക്കകം എത്തിച്ചേരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങൾ വന്ന് ഒരല്പസമയം ക്ഷീണം മാറ്റി എന്നിട്ടൊക്കെ ദുആ തുടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ശഅബാൻ മാസത്തിന്റെ 2ാമത്തെ പകുതിയിലാണ്. ഇനി ഏതാനും ദിവസങ്ങളെ റമളാനു ശരീഫിലേക്ക് ഉള്ളൂ. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞ ഒരു പ്രത്യേക വാക്കാണ്. ഖുത്ബിയ്യത്തിന്റെ വാർഷികമാണ് നമ്മുടെ ഈ സഭ. അതുകൊണ്ടാണ് ഞാൻ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ കൊണ്ട് തുടങ്ങുന്നത്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഭൗതിക ലോകത്ത് കുടുംബത്തെ പോറ്റാനും നല്ലൊരു വീടുണ്ടാക്കാനും നാളേക്ക് ഒരു സമ്പാദ്യമാക്കാനും മറ്റന്നാൾ കുടുംബത്തിന് ബാക്കി വെച്ച് ഓഹരി ചെയ്യാനുള്ള സ്വത്ത് സമ്പാദിക്കാനുമെല്ലാം നാം ചെയ്യുന്ന വിലപ്പെട്ട ഒരു സംഗതിയാണ് ഭൂമിയിലെ കൃഷി.
റബ്ബർ ഉള്ള നാട്ടുകാർ റബ്ബർ കൃഷി ചെയ്യും, ചായത്തോട്ടമുള്ളവർ ചായ കൃഷി ചെയ്യും, കാപ്പിത്തോട്ടമുള്ളവർ കാപ്പി കൃഷി ചെയ്യും. അങ്ങനെ ഓരോ കർഷകനും കൃഷി ചെയ്യും. എന്നാൽ ഒരു കർഷകന്റെ ഒന്നാം ഘട്ടം കൃഷിക്ക് പറ്റിയ ഭൂമി കണ്ടെത്തുക. അത് കണ്ടെത്തിയാൽ ആ ഭൂമിക്ക് ചേർന്ന വിത്ത് ഏതാണോ ആ വിത്ത് കണ്ടെത്തുക. തെങ്ങും കഴുങ്ങും ഉണ്ടാകുന്നിടത്തല്ല റബ്ബർ ഉണ്ടാകുന്നത്, അത് രണ്ടിന്റെ സ്ഥലത്തും അല്ല നമുക്ക് ചായ ഉണ്ടാകുന്നത്. ഓരോ സ്ഥലത്തേക്കും അനുയോജ്യമായ വിത്ത് കണ്ടെത്തുക. അങ്ങനെ ഭൂമി പാകപ്പെടുത്തി വിത്ത് വിതക്കുക എന്നതാണ് ഒന്നാം ഘട്ടം. ആ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടെ എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങിയത് തേനോ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കൊടുക്കാന്ന് വെച്ചാൽ പിന്നെ നിങ്ങളെ മട്ടം പോലെ ഇനി പറയുന്നു പറഞ്ഞു. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാൻ വിചാരിച്ച അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ തേൻ കൊടുത്താലേ ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയും വാങ്ങി തരാന്ന് വിചാരിച്ചു. അപ്പൊ അത് വേണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ കൊടുത്തു പോയിക്കോട്ടെ. നിങ്ങൾ വെച്ചാൽ കൊടുത്തുങ്ങാണ്ട് മട്ടം പോലെ ചെയ്യാം. തേനിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവാം, അള്ളാഹു റാഹത്താക്കുമാറാവാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കർഷകൻ പറ്റാവുന്ന കൃഷിക്ക് ഭൂമി കണ്ടെത്തി അതിൽ വിത്തിറക്കി. രണ്ടാമത്തെ ഘട്ടം ആ വിത്ത് മുളച്ചു വരുമ്പോൾ അതിന്റെ കായ്ക്കനികൾ, അതിന്റെ പൂക്കൾ അത് കൊഴിഞ്ഞു പോകാതെ, വാടിപ്പോകാതെ, പുഴുക്കൾ തിന്നുപോകാതെ അതിനെ സംരക്ഷിക്കുക എന്നതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം ആ സംരക്ഷിച്ച് മൂത്ത് പഴുത്തു വരുന്ന പഴങ്ങൾ അത് പറിച്ച് സൂക്ഷിച്ച് ടോപ്പ് മാർക്കറ്റിൽ സീസൺ ടൈമിൽ നല്ല വിലക്ക് വിൽപ്പന നടത്തണം. ഇതാണ് ഒരു കർഷകൻ ചെയ്യുന്നത്. എങ്കിൽ ഈ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാണ്, നമ്മളെല്ലാവരും ആഖിറത്തിലേക്കുള്ള കർഷകരാണ്. ആഖിറത്തിലേക്കുള്ള കർഷകരായ നമുക്ക് ഏറ്റവും നല്ല വിത്ത് വിതക്കേണ്ട സമയം റജബുൻ ശഹ്റുല്ലാഹ്, മിഅ്റാജിന്റെ മാസമാണ് വിത്ത് വിതക്കേണ്ട സമയം. നിസ്കാരം എന്ന വിത്ത് അന്നാണ് കിട്ടിയത്. നിസ്കാരത്തിനോടനുബന്ധിച്ചുള്ള എല്ലാം അതിന് ചേർന്ന സംരക്ഷണങ്ങളാണ്. ഫർള് നിസ്കാരമാകുന്ന വിത്ത് വിതച്ചാൽ അതിന് പിന്നീട് സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് വേലി കെട്ടണം. അതിന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങിയിരിക്കുന്ന വളം ചേർത്തുകൊണ്ട് അതിനെ കായ്ക്കനികൾ ഉണ്ടാക്കി. അങ്ങനെ അതിന് വിത്ത് വിതക്കുന്ന സമയമാണ് റജബ് മാസം. റജബിൽ വിതറിയിരിക്കുന്ന വിത്ത് അതിങ്ങനെ മുളച്ച് പാകപ്പെട്ട് വരുമ്പോൾ അതിനൊരു സംരക്ഷണം കൊടുക്കണം. ആ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല വശഅബാനു ശഹരി, ശഅബാൻ എന്റെ പ്രത്യേക മാസമാണെന്ന് മുത്തുനബി പറഞ്ഞു. എന്താണ് ശഅബാനിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്നത്? എല്ലാ ഇബാദത്തുകൾക്കുമുള്ള കുറവ് പരിഹരിക്കാൻ, എല്ലാ ഇബാദത്തുകളുടെയും പോരായ്മ നികത്താൻ, എല്ലാ ഇബാദത്തുകളുടെയും കാരറ്റ് വർദ്ധിപ്പിക്കാൻ, എല്ലാ ഇബാദത്തുകളുടെയും പ്രതിഫലം വർദ്ധിപ്പിച്ച് ലഭിക്കാൻ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഇബാദത്തിന്റെ വളമ, ഇബാദത്തിന്റെ സംരക്ഷണം അതേതാണ്? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാസം അത് ശഅബാൻ മാസമാണ്. വശഅബാനു ശഹരി. അങ്ങനെ റജബിൽ വിതച്ചിരിക്കുന്ന വിത്ത് ശഅബാനിൽ മുളച്ച് പാകമായി അതിനെ സംരക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് റമളാൻ 1, 2, 3, 10, 17, 20, 25 ആകുമ്പോഴേക്കും ആഖിറത്തിലേക്കുള്ള കൃഷി വിതറിയത് മൂത്ത് പഴുത്ത് പാകമായി വരും. അത് 21-ാം രാവിനെ പറിച്ച്, 23-ാം രാവിനെ അത് പറിച്ച്, 25-ാം രാവിനെ അത് പറിച്ച് സൂക്ഷിച്ചിട്ട് 27-ാം രാവിന്റെ ടോപ്പ് മാർക്കറ്റിൽ ഏറ്റവും നല്ല വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി
ഏറ്റവും നല്ല വില കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടി തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ 1000 രാത്രികളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ രാത്രി അത് ടോപ്പ് മാർക്കറ്റിന്റെ രാത്രിയാണ്. ആഖിറത്തിലേക്കുള്ള കൃഷി സാധനങ്ങൾ സംരക്ഷിച്ചിട്ട് അതിനേക്കാൾ വലിയ വിലക്ക് വിൽക്കാൻ പറ്റിയിരിക്കുന്ന ഒരു രാത്രി ഒരു കൊല്ലത്തിൽ വേറെ ആവർത്തിച്ച് വരാനില്ല. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആഖിറത്തിലേക്കുള്ള കർഷകരെ, റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. എന്റെ ഉമ്മത്ത് ആഖിറത്തിലേക്കുള്ള കൃഷി ഏറ്റവും നല്ല വിലക്ക് വിറ്റിട്ട് ടോപ്പ് മാർക്കറ്റിൽ സമ്പന്നരാകുന്ന രാത്രി അതാണ് റമളാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉമ്മമാരെല്ലാം ബേജാറിലാണ്. പടച്ചോനെ, ഊരവേദനയുള്ള പെണ്ണുങ്ങൾ, തലവേദന ഉള്ളവര്, കൈകാൽ കടച്ചിലുള്ളവര്, അങ്ങനെ പല രൂപത്തിലും അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ശിഫാവും കൊടുക്കട്ടെ. പടച്ചോനെ, ഈ നോമ്പടുപ്പിച്ച് നനച്ചുളിന്റെ പണിയൊക്കെ എങ്ങനെ എടുക്കുക? വീടുകളിലൊക്കെ സ്ത്രീകളൊക്കെ ബറാഅത്തിന് കഴിയുന്നതോടുകൂടെ അവരൊക്കെ മനസ്സ് റമളാനിലേക്ക് പൂർത്തിയായി പ്രവേശിച്ചു. നനച്ചുകൂളി എന്നൊരു കൂളിന്റെ നമ്മളെ നാട്ടിൽ അല്ലേ? അല്ലാത്തന്നൊക്കെ പിന്നെ തയമം ചെയ്യല, അന്ന് ഇത്തരം നനച്ചുളിയാകാൻ. അതെന്താ നനച്ചുളി എന്ന് പറഞ്ഞത്? പണ്ട് കാലം മുതൽക്കേ നമ്മുടെ ഉമ്മാമ്മമാരും അവരെ ഉമ്മാമ്മമാരുമായ പഴമക്കാരുള്ളപ്പോൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധന സാമഗ്രികൾ, തുണിത്തരങ്ങളായാൽ അത് പിന്നെ നമ്മുടെ വീട്ടിലെ ഏത് ഐറ്റംസ് സാധനങ്ങളാണെങ്കിലും വെള്ളം കൊണ്ട് കഴുകാൻ പറ്റിയത് കഴുകി, തുടക്കാൻ പറ്റിയത് തുടച്ച്, തോത്താൻ പറ്റിയത് തോത്തി, അതിനെ ശുദ്ധീകരിച്ച് എല്ലാ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനവും ഒന്ന് തോത്തി തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കും. എന്താണ് കാരണം? റമളാനു ശരീഫിന്റെ ആദ്യ രാത്രി മാസപ്പിറവി ഉറപ്പിച്ച തക്ബീർ നമ്മുടെ നാട്ടിൽ ചൊല്ലാൻ തുടങ്ങുന്നതോടുകൂടെ അള്ളാഹുവിന്റെ മലായിക്കത്ത് വാനലോകത്ത് നിന്ന് മഴ വർഷിക്കുന്നത് പോലെയാണ് വരുന്നത്. ഒന്നിച്ചിങ്ങനെ കാർമേഘം ഇങ്ങനെ മൂടി നിന്നിട്ട് ഒന്നിച്ചാണ് മഴ പെയ്താൽ നനയാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല, എല്ലാ സ്ഥലവും വെള്ളം നനഞ്ഞിട്ടുണ്ടാവും. എന്ന പോലെ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് റമളാനിൽ നമ്മളൊപ്പം കൂടി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിരിക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കൾ ഇവിടുന്ന് പോയ അന്ന് തുടങ്ങിയതാണ് അള്ളാഹിനോട് ചോദിക്കൽ, പടച്ചോനെ, ഞങ്ങൾ ഒന്നും കൂടി ഭൂമിയിൽ പോട്ടെ, മുത്തുനബിന്റെ ഉമ്മത്തികളൊപ്പം ഞങ്ങൾ ഇബാദത്തെടുത്തോട്ടെ, ഞങ്ങൾ ഒന്നും കൂടി പോട്ടെ. ഇത് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാണ് മലക്കുകൾ. 11 മാസം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് അള്ളാഹു തആല ഉത്തരം കൊടുക്കുന്നത് എപ്പോഴാ? റമളാൻ മാസപ്പിറവി കണ്ടു. കോഴിക്കോട് സംയുക്ത ഖാദി കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ മറ്റു ഖാദിമാരും ഒക്കെ ഉറപ്പിച്ചു. ആ വിവരം കിട്ടുന്നതോടുകൂടെ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാൻ തുടങ്ങി. ആ തക്ബീർ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുമ്പോൾ പള്ളികളിലൊക്കെ ഇശാ നിസ്കാരത്തിന് സമയമായി. ആ ഇശാ നിസ്കാരത്തിന് നിൽക്കുന്നതോടുകൂടെ ഒന്നായിട്ട് വാനലോകത്ത് നിന്ന് മലായിക്കത്ത് മഴ വർഷിക്കുന്നത് പോലെ മലക്കുകൾ വരികയാണ്. അങ്ങനെ ഒന്നാമത്തെ തറാവീഹ് നിസ്കാരത്തിന് മലായിക്കത്ത് അങ്ങോട്ട് നിറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എവിടെയാണോ തറാവീഹ് നിസ്കാരങ്ങൾ നടക്കുന്നത് ആ 20 റക്അത്ത് തറാവീഹ് എന്നൊരു നിസ്കാരമുണ്ടോ, അത് 20 റക്അത്ത് നിസ്കാരത്തിന്റെ പേരാണ്. അത് റമളാനിലെ രാത്രിയിൽ സ്പെഷ്യൽ നിസ്കാരമാണ്. തറാവീഹ് പകൽ നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ് രാത്രി നിസ്കരിക്കുന്ന 20 റക്അത്ത് പ്രത്യേക നിസ്കാരത്തിന്റെ പേരാണ് തറാവീഹ് എന്ന്. ആ തറാവീഹ് അങ്ങോട്ട് ആരംഭിക്കുന്നതോടുകൂടെ എല്ലാ ലോകത്തേക്കും മലായിക്കത്ത് വന്നു. മലായിക്കത്ത് നിറഞ്ഞു കവിഞ്ഞു. തറാവീഹ് നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ അതാ ഒപ്പത്തിനൊപ്പം മലായിക്കത്ത് വരുന്നു. മലക്കുകൾ വരുമ്പോൾ നമ്മുടെ വീട് ദുർഗന്ധമുള്ളതായാൽ, മാലിന്യമുള്ളതായാൽ, അനാവശ്യമായിരിക്കുന്ന പ്രതിമകളെ കൊണ്ട് നിറക്കപ്പെട്ടതായാൽ, മലക്കുകൾക്ക് വെറുപ്പുള്ള വല്ലതും വീട്ടിലുണ്ടോ, മലായിക്കത്ത് നമ്മുടെ അകത്തേക്ക് കടക്കുകയില്ല.
അതുകൊണ്ട് നമ്മുടെ പഴമക്കാരൊക്കെ എന്ത് ചെയ്യും? പടച്ചോനെ, മലക്കുകൾക്ക് വിരുന്ന് വരേണ്ട വീടാണിത്, മലക്കുകൾക്ക് വന്നിരിക്കേണ്ട വീടാണിത്. അതുകൊണ്ട് ഇരിക്കുന്ന പലകയും കടക്കുന്ന കട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കസേരയും നമ്മുടെ ഡൈനിങ് ടേബിൾ, എല്ലാ സാധനങ്ങളും എല്ലാ പാത്രങ്ങളും. പഴയ കാലത്തൊക്കെ നമ്മൾ ഈ എന്താണ് ഒരു കഞ്ഞി കുടിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു പലകണ്ട് അല്ലേ? ആ പലകമ്മ ഇരുന്നിങ്ങാണ്ടല്ലേ കഞ്ഞി കുടിച്ചാല്? ആ കഞ്ഞി കുടിച്ചുള്ള ഒരു കയ്യിലുണ്ട്, ആ കയ്യിന്റെ കണയും ഇരിക്കണ പലക മരത്തിൻ്റെതാണ്. കഞ്ഞി കുടിക്കണ കയ്യില് കണ്ടങ്ങൾ അത് ചിരട്ടന്റെ കയ്യിലാണ്. ആ ചിരട്ടക്കിട്ടിരിക്കണ കണ ഒരു മുളന്റെ കണയാണ്. എന്നിട്ട് പഴയ ഉമ്മമാരെന്ത് ചെയ്യും? നമ്മളൊരു ഇല ഉണ്ടായിരുന്നു, ഒരു ഒരക്കണ ഇല, എന്താ അതിന് പറയാ? അതന്നെ, ഒരു കാരണമല്ല എനിക്ക് കിട്ടാനാണ് ഇപ്പൊ ഞാനീ മനക്കട്ടെ, അതാ പറഞ്ഞത്. അപ്പൊ ആ പാറോത്തിന്റെ ഇല എടുത്തിട്ട് ആ ഇരിക്കണ പലകങ്ങട്ട് വരച്ചിട്ട്, യാ റബ്ബേ, പലക ഒന്നായിട്ട് വരച്ച് കഴുകിയിട്ട് അതിങ്ങനെ ചാരി വെച്ചത് കാണും. നമ്മളെ കിടക്കണ ബെഞ്ച് അതിങ്ങനെ കഴുകി വെച്ചത് കാണും. എത്രത്തോളം കൈലാറ്റമ്പൽ തൂക്കി വെച്ചിരിക്കുന്ന കയ്യിലിന്റെ കണ ഊരിയിട്ട് അതിന്റെ ഓട്ടയിൽ വല്ലതും ഉണ്ടെങ്കിൽ അതടക്കം കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോഴാണ് അമ്മായിമ്മയും മരോളും ഇളച്ചിയും മൂത്തച്ചിയും നാത്തൂനും എല്ലാം കൂടിയിട്ടാണ് റമളാന്റെ പണിയെടുക്കൽ, നനച്ചൂളിന്റെ പണിയെടുക്കൽ. ഇപ്പൊ അതിന് പെരിയിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഉണ്ടോ? മൂത്തച്ചി ഓളവിടെ, ഇളച്ചി ബളവിടെ, നാത്തൂന് ഓളവിടെ, അമ്മായിമ്മ ഓലവിടെ. അപ്പൊ ഓരോരുത്തരും ഇപ്പൊ ആര് മാത്രമായി? ഓരോരോ സ്വന്തം ആൾക്കാരായി. അപ്പൊ പെരിയിൽ നനച്ചൂളിന്റെ കാര്യത്തിൽ ബേജാറാ. പിന്നെ ഒരാൾക്കാരപ്പൊ പണിക്ക് വിളിച്ചാൽ കിട്ടുമോ? കിട്ടൂല. കിട്ടിയെന്ന് വെച്ചാൽ ഓനെയും കൂടി പണി നമ്മൾ എടുക്കേണ്ടി വരുന്നു മാത്രം. അത്രയാണ് ഇപ്പൊ ഉള്ളത്. ഒരാളെ പണിക്ക് വിളിച്ചു നോക്കാം. അങ്ങനെയാണല്ലോ ഇപ്പത്തെ കാലത്ത് വന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു കയ്യിൽ കണ വരെ അത് ഊരിയിട്ട് ചിരട്ട വേറി കയ്യിലിന്റെ കണ വേറി അങ്ങനെ കഴുകിയിട്ട് മലായിക്കത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വരണം. അല്ലാ റമളാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓരോ വീടും എത്രമാത്രമാണ് ഒരുങ്ങിയിരുന്നത്. മദീന മുനവ്വറയിൽ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് മദീനയുടെ അതിർത്തിയായ ഖുബായിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഖുബാ എന്ന മദീനയുടെ അതിർത്തിയിലേക്ക് എത്തിയപ്പോഴേക്കും മദീന മുനവ്വറ, മദീനയിലെ മലകൾ പ്രകാശിച്ചു, മദീനയിലെ ചെടികൾ പ്രകാശിച്ചു, മദീനയിലെ ഉണങ്ങിയ മരങ്ങൾ പച്ച പിടിച്ചതായി, മദീനയിലെ കായ്ക്കനികളില്ലാത്ത വൃക്ഷങ്ങളിലൊക്കെ കായ്ക്കനികൾ നിറഞ്ഞു, മദീന മണൽത്തരി പ്രകാശപൂരിതമായി, മദീനയിലെ ജനങ്ങളുടെ മനസ്സിന് മാറ്റം വന്നു, മദീനയിലെ ജനങ്ങളുടെ വിദ്വേഷം മാറി, വെറുപ്പ് മാറി, അവരുടെ മനസ്സിൽ നിന്ന് കൊയ്ന്തും പോരും അസൂയയും മാറി. അങ്ങനെ മദീന മുനവ്വറ, മദീനയുടെ ബാഹ്യമായ ഭാഗവും മദീനയുടെ ജനങ്ങളുടെ ആന്തരികമായ ഭാഗവും എല്ലാം പ്രകാശിച്ചു. മദീനക്കാർ നാടും നഗരവും റോഡും ഊടുവഴികളും അടുക്കളയും അങ്ങാടിയും അവർ കഴുകി വൃത്തിയാക്കി, അടിച്ചു വൃത്തിയാക്കി മുത്തുനബിയെ സ്വീകരിക്കാൻ. ഈ പാരമ്പര്യമാണ് റമളാനു ശരീഫിൽ തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ മലക്കുകളും അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന റമളാനു ശരീഫിനെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ നമ്മുടെ വീടുകളൊക്കെ കാത്തു നിൽക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, കാരണവന്മാരെ, എന്റെ യുവാക്കളെ, മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു എത്ര ലളിതമായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആഖിറത്തിലേക്കുള്ള കർഷകരെ, മിഅ്റാജിന് വിത്ത് വിതച്ചില്ലേ, ശഅബാനിൽ അതിങ്ങനെ മുളച്ചു പൊങ്ങി വരുമ്പോൾ സ്വലാത്ത് കൊണ്ട് അതിന് വളമയിട്ട് കൊടുത്തില്ലേ, എങ്കിൽ റമളാനു ശരീഫ് ഇങ്ങോട്ട് വരുമ്പോൾ ഖുർആനിന്റെ പാരായണം കൊണ്ട്. റമളാനിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ എത്ര ഓതുക? അത് കണക്കില്ല. റമളാനിലെ അത്യാവശ്യമുള്ള നിർബന്ധ കാര്യങ്ങൾക്ക് എത്ര സമയമാണോ ആ സമയം കഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഖുർആൻ പാരായണം. അതാണ് റമളാന്റെ പ്രത്യേകത. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റമളാനിന്റെ പകലിൽ ഖുർആൻ ഒരു ഖത്തം തീർക്കും, റമളാനിന്റെ രാത്രി ഖുർആന്റെ ഒരു ഖത്തം തീർക്കും. എല്ലാ റമളാനിലും 60 ഖത്തം തീർക്കുന്ന പതിവുകാരനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. യാ റബ്ബ്,
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ റമളാനു ശരീഫിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ രാവുകൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളിലേക്കൊക്കെ മലായിക്കത്ത് ഇങ്ങനെ തുരുതുരാ വരികയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ, മുഅക്കരിങ്ങളായ മലക്കുകൾ, സയ്യാഹിങ്ങളായ മലക്കുകൾ, മലായിക്കത്തിന്റെ ഒരു ബറ്റാലിയൻ. എന്നിട്ട് എന്താണ് അവരൊക്കെ വന്നിട്ട് അവരെല്ലാവരും നമ്മളെ റമളാനിന് സാക്ഷിയാവുകയാണ്. അവരെല്ലാവരും നമ്മുടെ നോമ്പ് തുറക്ക്, നമ്മുടെ അത്തായത്തിന്, നമ്മുടെ ഖുർആൻ പാരായണത്തിന്, നമ്മുടെ തറാവീഹിന്, റമളാനിലെ നമ്മുടെ നിസ്കാരത്തിന്, റമളാനിലെ എല്ലാ ഇബാദത്തിന്റെ കൂടെയും ഈ പ്രത്യേകമായ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ റമളാൻ ഒരു മാസം, ഒരു ഇബാദത്തിന് സാധാരണ 1-10, റമളാനിൽ 1-70, 700 ഒക്കെ വ്യത്യാസപ്പെടും. 1-10 എന്നോ 70 എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ ഏതാണ് ഈ 1? നമ്മളെ ഇന്ത്യന്റെ 1ആണോ, അതല്ല അമേരിക്കന്റെ 1ആണോ, അതല്ല കുവൈത്തിന്റെ 1ആണോ, ഏതാണ് ഈ 1? അത് ആളുകളുടെ ഈമാന്റെ ശക്തി അനുസരിച്ച്, അവന്റെ നിയ്യത്തനുസരിച്ച്, അവൻ ചെയ്യുന്ന ഇബാദത്തിന്റെ ടൈം അനുസരിച്ച്, അവൻ എഴുത്തിക്കാപ്പിന്റെ നിയ്യത്തിലാണോ, പള്ളിയിലാണോ, പാതിരാ സമയത്താണോ. ഒരാൾ ഖുർആനൊക്കെ ഫാത്തിഹന്നെ, ഓതിയതൊക്കെ യാസീന. ഓതിയതൊക്കെ എല്ലാവരും ഓതിയത് യാസീൻ തന്നെയാണ്. പക്ഷേ യാസീൻ 83 ആയത്താണ്, യാസീൻ 3000 ഹറഫ. ഒരാൾ ഓതിയത് എങ്ങനെയാണ്, അതിന്റെ തജ്വീദും അതിന്റെ ഉച്ചാരണ രീതിയും അതൊക്കെ ശ്രദ്ധിച്ചാ ഓതിയത്. ആ ഓതിയ ആളൊക്കെ എങ്ങനെ ഓത്തെ അയാൾക്ക് നന്നാവുള്ളൂ, അർത്ഥം അറിയില്ല. രണ്ടാമത്തെ ഒരാൾ ഓതിയത് എങ്ങനെ, അയാൾ അതിന്റെ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഓതിയത്. മൂന്നാമത്തെ ആൾ ഓതിയത് എങ്ങനെയാണ്, ആ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോൾ അതിൽ അദാബിന്റെ ആയത്ത് വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഓതിയത്. അതിൽ റഹ്മത്തിന്റെ ആയത്ത് വന്നപ്പോൾ അള്ളാഹിനോട് റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടാണ് ഓതിയത്. അതിൽ സ്വർഗത്തെപ്പറ്റി പറയുന്ന ആയത്ത് വന്നപ്പോൾ സ്വർഗം ചോദിച്ചുകൊണ്ടാണ് ഓതിയത്. അതിൽ നരകത്തെപ്പറ്റി പറയുന്ന ആയത്ത് വന്നപ്പോൾ നരകത്തിന്റെ കാവലിനെ തേടിക്കൊണ്ടാണ് ഓതിയത്. അയാൾ മഹ്ശറയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹിസാബിന്റെ ആയത്ത് ഓതിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓതിയത്. വേറൊരാൾ ഓതിയതോ എല്ലാരും കൂടി ഓതിയപ്പോ അതിന്റെ ഒപ്പാണ് കൂടി ഓതി. എന്നിട്ടോ അതിൽ ഓതിയതൊക്കെ ഓതി, അതിന് പെട്ടതൊക്കെ പെട്ട്. അതിന് തെജ്വീദുമില്ല, മഖ്റജുമില്ല, ബാക്കിയുള്ളതൊന്നുമില്ല. പിന്നെ വേറെ ചിലതൊക്കെ മറ്റവന്റെ പാട് ഓതിയിട്ടാണ് മത്സരിച്ചിട്ട് അങ്ങനെയാണ് പോയി. അതിന് 3000 തികഞ്ഞാലും വേണ്ടിയില്ല, 2000 തികഞ്ഞാലും വേണ്ടിയില്ല. ഇവർക്ക് എല്ലാവർക്കും അള്ളാഹ് കൊടുക്കാന്ന് പറഞ്ഞത് എങ്ങനെയാണ്, 1-10 സാധാരണ കാലത്ത്, മറ്റു 1-70. ഏതാ ഈ 70? നമ്മളാ പുടുത്തം വിട്ട ഓത്തോതിയുണ്ടല്ലോ, ഓനിക്ക് ഇന്ത്യന്റെ 1 കിട്ടും. ഇന്ത്യന്റെ 100 രൂപ ചില്ലറാക്കിയാൽ എത്ര കിട്ടും നമുക്ക്? ഇന്ത്യന്റെ 100 എത്ര കിട്ടും? അത് 100 തന്നെ കിട്ടുള്ളൂ. അതിന് ചില്ലറാക്കിയിട്ടും കാര്യമില്ല, നോട്ടാക്കിയിട്ടും കാര്യമില്ല, അല്ലേ? അൽഹംദുലില്ലാ, തേൻ കൊടുക്കുന്ന ആളതിലൊക്കെ കൊടുത്ത് തിരിച്ചെത്തിക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവണം. തേനിങ്ങനെ അങ്ങോട്ട് കൊടുക്കല്ലാതെ ഇങ്ങോട്ടൊന്നും കൊടുക്കണില്ല ആരും. കട ഞാൻ തിരൂരിൽ കൂടെ പോകുമ്പോ അവിടെ ഉണ്ടൊരു ബോർഡ്, അടി കളല്ല. അച്ഛൻ വലിയ ഇഷ്ടപ്പെട്ടു ബോർഡ് കണ്ടു. അടിയും കൂടി കളല്ലാണ് എഴുതുന്നത്, ഇന്നലെ തേന് കാണും. അപ്പോ പിന്നെ നമ്മളെ തേനൊക്കെ എല്ലാവരും കൊടുത്ത് വാങ്ങിയാലല്ലേ, അള്ളാഹുവർക്കും കബൂലിയത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, അവിടെ ഇന്ത്യന്റെ 100 രൂപ കിട്ടുന്നതാണ്. ഇന്ത്യന്റെ 1 രൂപ കിട്ടിയാൽ 1 തന്നെ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് സൗദിന്റെ 1 റിയാല് നമ്മളെ കയ്യിൽ കിട്ടിയാൽ അത് ഇവിടെ കൊണ്ടുവന്ന് കാണുന്ന കൊടുത്തു നോക്കിയാൽ എത്ര കിട്ടും? അല്ലാ, സൗദിന്റെ 100 മിഞ്ഞാൻ നിന്റെ കയ്യിൽ കിട്ടി. ഒരു ഉംറക്ക് പോയി വന്ന ആൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ അവിടെ ചില്ലറയാക്കിയ നോട്ടാണ്, അപ്പൊ അത് ഇവിടെ ബാക്കിയുണ്ട്. ഇനി ഞാൻ ഏതായാലും ഇപ്പൊ നിൽക്കുമല്ലോ അടുത്തല്ലോ ഇനി പോകുമോന്നറിയില്ല, 100 റിയാൽ ഇന്റെ അടുത്ത് ബാക്കിയുണ്ട്, അത് നിങ്ങൾക്ക് തരാം. അയാൾക്കത് എനിക്ക് തരാനാ തോന്നി, നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ലല്ലോ. അപ്പോ ആ 100 ഞാനിവിടെ ചോദിച്ചു നോക്കുമ്പോ, പടച്ചോനെ, ആ 100 എത്ര കിട്ടും?
100-ന് 1000-ന്റെ മേലേക്ക് ചർച്ച ചെയ്താൽ മതി. ഇങ്ങോട്ട് കീഴ്പ്പെട്ട് വരണ്ട. 1700 300 ആലയത്തിനൊന്നും ഇഞ്ച ബിൽറ്റിന്റെ മുതലിട്ടു കേട്ടോ. അത് അയാൾ കൊണ്ടുവന്ന് തന്നോളുമ്പോ തന്നെ ഞാൻ ബിൽറ്റിലെ 2 ബട്ടൺസാണ് ഒട്ടിച്ചിങ്ങാണ്ട് വെച്ചതാണ് അണ്ടങ്ങള്. അപ്പൊ അവിടുത്തെ 1000 അത് ഇനിയിപ്പോ നമുക്ക് നോക്കണം. അത് സൗദിന്റേതായിരുന്നു. അത് നമുക്ക് ഇനി കുവൈത്തിൻ്റെതാണെങ്കിലോ അപ്പൊ നാണയം ഒന്ന് തന്നെയാണ്. പക്ഷെ ഓരോ രാഷ്ട്രത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ മൂല്യം എന്ന പോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ഓരോരുത്തർക്കും അതിന് വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചു ഓതുന്ന ആളുകൾ എന്റെ ഉമ്മമാർ സഹോദരിമാരോട് പറയട്ടെ, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഖുർആൻ പഠിച്ചിരിക്കുന്ന സ്വഹാബാക്കളില്ലേ, ആ സ്വഹാബാക്കൾ ഓരോരുത്തരും ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് യാ റബ്ബ് ഖുർആൻ ഓത്തിങ്ങനെ കേട്ടിട്ട് ഉസൈദ് ഇബ്നു ഹുദൈർ, മദീനയിലെ ഒരു പ്രമുഖനായ സ്വഹാബിയാണ് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ, മദീനയിൽ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോയിട്ട് മദീനയിൽ ഖുർആൻ ഓതി. ഖുർആൻ ഇങ്ങനെ ഓതിയപ്പോൾ ആളുകൾ ഖുർആനോത്തിന്റെ ചുറ്റുഭാഗത്ത് വന്നു നിന്നു. ആളുകൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുത്തപ്പോ മാർക്കറ്റിൽ പോയിട്ട് ഓതി, ചന്തയിൽ പോയിട്ട് ഓതി, ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് ഓതി. ഈ ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട് ആളുകൾ ചുറ്റുഭാഗത്ത് കേൾക്കാൻ തടിച്ചുകൂടി. സുബ്ഹാന ജല്ല ജലാലുഹു, മദീനയിൽ ഒരു പ്രമുഖ തറവാട്ടുകാരാണ് ഉസൈദ് ഇബ്നു ഹുദൈറും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സഅദും. ഓല് രണ്ടാളും അവിടുത്തെ പോക്കിരിമാരുമാണ്. രണ്ടാളിട്ടും ഈ വിവരം കിട്ടിയപ്പോൾ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, ഉസൈദ് ഇബ്നു ഹുദൈറിന്റെ അനുജനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്ക്, മക്കത്തുനിന്ന് ഒരു ചങ്ങാതി വന്നിട്ട് ഇവിടെ എന്താ ഓതുന്നുണ്ട് എന്ന് കേട്ടു, അവന്റെ ചുറ്റുഭാഗത്ത് കുറച്ച് ആൾക്കാരും ഒക്കെ കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ അത് ഓതാൻ പറ്റൂല, നീ പോയിട്ട് വിവരം പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബി, തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോളി. സയ്യിദന്മാരുണ്ടാവുമ്പോ നമ്മളുണ്ടാവും ഉദ്ഘാടനത്തിന് ഓരോരോ കുരുത്തക്കോടും ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ഖൈറ് കൊടുക്കുമാറാവും. സയ്യിദന്മാരെ മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുമോ? അത് നമ്മളെ ചരിത്രത്തിലില്ലല്ലോ. അല്ലാഹു സയ്യിദന്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണം. എന്തെങ്കിലും ആമീന് ഒരു താമസം. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ മുത്തുനബി പറഞ്ഞയച്ചിരിക്കുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. ആ ഖുർആൻ ഓത്ത് കേട്ടിട്ട് മദീനയിലെ ഭരണാധികാരികൾക്ക് ചൂടായി. അവര് അല്ലാഹു ഉസ്താദ് ഈ സമയത്ത് ഉറക്കൊഴിച്ചു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ, അൽഹംദുലില്ലാഹ്. അപ്പോ ഉസൈദ് ഇബ്നു ഹുദൈറിനെ പറഞ്ഞയച്ചു ജ്യേഷ്ഠൻ, നീ ഒന്ന് പോയി നോക്ക്, ആരവിടെ മക്കത്തുനിന്ന് ഒരാള് വന്നിട്ട് എന്തോ ഓത്തും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങൾ ചെന്നിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളോട് ചോദിച്ചു, ആരാണ് അവിടെ ഓത്തുണ്ടാക്കിയത്? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാനാണ്. എന്താ ഓതിയത്? അത് അള്ളാന്റെ ഖുർആനാണ്. ഇവിടെ ഇനി അത് ഓതാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ ഇവിടെ ഇനി ആ ഓത്ത് കേൾക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങളാണ്, അന്ന് മൂപ്പര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലല്ലോ, മൂപ്പര് വന്നിട്ട് ഗൗരവത്തില. അപ്പൊ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഞാൻ ഓതുകയും ഓതാതിരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കാര്യം, ഞാനൊരു ലേശം ഓതിയിട്ട് അത് നിങ്ങൾ കേൾക്കാം, കേട്ടിട്ട് പറ്റൂലേ എന്നാ ഞാൻ തിരിച്ചു പോയിക്കോളാം. പറ്റണതാണോ നമുക്ക് ഓതും ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങൾ അന്ന് വന്നിട്ട് ഓത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സൗമ്യമായി സമീപിച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ലേശം ഓതാം, അത് നിങ്ങൾ കേൾക്കി, പറ്റൂലേ നിർത്താൻ? പറ്റുമോ? നമുക്ക് തുടരാം. സുബ്ഹാനല്ലാഹ്. മുസ്അബ് തങ്ങൾ ഖുർആൻ അങ്ങോട്ട് ഓതി. അത് നിർത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഉസൈദ് അന്ന് സ്വഹാബിയായിട്ടുള്ള കേട്ടിങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിയും ഓതണം. ഓത്തങ്ങനെ തുടർന്നപ്പോൾ ഉസൈദ് അവിടെ ഓത്ത് കേട്ടുകൊണ്ടവരെ കൂടെ കൂടുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ജ്യേഷ്ഠൻ സഅദിന്റെ പറഞ്ഞയച്ചാൻ വേണ്ടി കാത്തിരിക്കണം. തിരിച്ചു എന്നിട്ട് ഉസൈദിനോട് ചോദിച്ചു, എന്തേ നീ കേട്ടത് ചോദിച്ചു. കാക്ക, ഞാനത് കേട്ടു നോക്കുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റൂല, അങ്ങനത്തെ സംഗതിയാണ് ഓതുന്നത്.
അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി നോക്കി, എന്നിട്ട് വേണമെങ്കിൽ നിർത്തിച്ചോളി, എനിക്ക് നിർത്തിക്കാൻ പറ്റൂല. അപ്പൊ ജ്യേഷ്ഠൻ തന്നെ വന്നു. ജ്യേഷ്ഠൻ വന്നിട്ട് മുസ്തഫ ബിൻ ഉമൈർ തങ്ങളോട് പറഞ്ഞു, ഇവിടെ ഓതാൻ പറ്റൂല. അല്ല, പറ്റൂലേ എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളത് കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ട് പറ്റുമോ? എന്നാ ഓതാ. പറ്റൂലേ എന്നാ ഓതണ്ട. അങ്ങനെ ചെയ്താ പോരെ? അപ്പൊ ആയിക്കോട്ടെ. ഓതി. മുസ്തഫ റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ കേസുമായിട്ട് വന്ന സഅദ് കേട്ടിട്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. മദീനയിലെ 2 പ്രമുഖരായ ജ്യേഷ്ഠാനുജന്മാർ, അവിടുത്തെ ഏറ്റവും വലിയ തറവാട്ടുകാർ, അവിടുത്തെ പോക്കരി സംഘത്തിന്റെ ആൾക്കാർ, ആ 2 ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടെ മദീനയുടെ ഫത്ഹിന് വാതിൽ വേഗത്തിൽ തുറന്നു കിട്ടി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പിന്നീട് സ്വന്തമായിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ, മുസ്തഫ ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പഠിച്ചിരിക്കുന്ന ഖുർആൻ, ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതി. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കുതിരയുണ്ട്. ആ കുതിര അതിന്റെ തൊഴുത്തിൽ നിന്നിങ്ങനെ ഇളകാൻ തുടങ്ങി, അതിങ്ങനെ ചാടാൻ തുടങ്ങി. അപ്പൊ ഉസൈദ് തങ്ങൾ ഓത്ത് നിർത്തി. വീണ്ടും ഓതാൻ തുടങ്ങിയപ്പോൾ കുതിരക്ക് വീണ്ടും ചാട്ടമാണ്. രണ്ടാമതും ഓത്ത് നിർത്തിയപ്പോൾ കുതിര അടങ്ങി. മൂന്നാമതും അത് ആവർത്തിച്ചപ്പോൾ ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കുമ്പോ തന്റെ ചെറിയ കുട്ടിയുണ്ട്, യഹ്യ എന്ന മകൻ. ആ കുട്ടി ആ കുതിരയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പടച്ചോനെ, ആ കുതിര ചാടുന്നത് കണ്ട് കുട്ടിക്ക് വല്ല അപകടം പറ്റുമോ? ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഓത്ത് നിർത്തിയിട്ട് മുറ്റത്തിറങ്ങി തന്റെ യഹ്യ എന്ന കുട്ടിയെ വാരി എടുത്തിട്ട് എന്താണാവോ ഈ കുതിരക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചുറ്റുഭാഗത്തൊന്നും ഇങ്ങനെ നോക്കി ഒന്നും കാണുന്നില്ല. അപ്പൊ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക പ്രകാശം ഇങ്ങനെ വന്ന് 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 ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുകളിൽ ഒരു വല്ലാത്ത ഒരു പ്രകാശം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു, നക്ഷത്രങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്നത് പോലെ വല്ലാത്ത ഒരു പ്രകാശം. യാ റബ്ബ്, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഇലാ ഹദറത്ത് റസൂലില്ലാഹി, മുത്തുനബിയുടെ തിരുഹദറത്തിൽ ചെന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയേ, ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയായിരുന്നു. പുറത്ത് കെട്ടിയിട്ടിരിക്കുന്ന മൃഗത്തിന് വല്ലാത്ത ഒരു അസ്വസ്ഥത വന്നു. അത് വല്ല അപകടം വരുത്തുമോ എന്ന് കരുതിയിട്ട് ഞാൻ ഓത്ത് നിർത്തിയപ്പോൾ ആ മൃഗം അടങ്ങി. വീണ്ടും ഓതാൻ തുടങ്ങിയപ്പോൾ മൃഗത്തിന് വല്ലാത്തൊരു സ്വഭാവമായി. അതിങ്ങനെ കണ്ടപ്പോൾ പടച്ചവനെ, എന്റെ ചെറിയ കുട്ടി ആ മൃഗത്തിന്റെ ചവിട്ടേറ്റ് അപകടപ്പെടുമോ എന്ന് കരുതി ഞാൻ ഓത്ത് നിർത്തിയിട്ട് എന്റെ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പുന്നാര നബിയേ, ഞാനൊരു വല്ലാത്ത കാഴ്ച കണ്ടു. അതുപോലത്തെ ഒരു കാഴ്ച ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ പറയാണ്, നബിയെ, ഒരു പ്രകാശം ഇങ്ങനെ വന്ന് 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 എന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. എന്തൊരു വല്ലാത്ത പ്രകാശമാണ്, അത് വർണ്ണിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആ സ്വഹാബി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉസൈദേ, ആ വരുന്ന പ്രകാശം ഏതാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹ് അല്ലാഹ്, ഖുർആൻ ഓതുന്ന സമയത്ത് സക്കീനത്തിന്റെ മലക്കുകൾ വരും. ആ സക്കീനത്തിന്റെ മലക്കുകൾ ഉസൈദേ, നിന്റെ ഖുർആൻ ഓത്ത് കേട്ടിട്ട് ആ ഖുർആൻ ഓത്ത് ഇങ്ങനെ കേട്ട് ആസ്വദിക്കാൻ അല്ലാഹുവിന്റെ പ്രത്യേക മലക്കുകൾ വരുന്ന കാഴ്ചയാണ് മോനെ നീ കണ്ടത്. ഓ ഉസൈദേ, നിനക്ക് ഓതിക്കൂടായിരുന്നില്ലേ? നിനക്ക് ഓതിക്കൂടായിരുന്നില്ലേ? നിനക്ക് ഓതിക്കൂടായിരുന്നില്ലേ? ഉസൈദ് തങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, നിനക്ക് ഓത്ത് തുടർന്നുകൂടായിരുന്നില്ലേ? നിനക്ക് ഓത്ത് തുടർന്നുകൂടായിരുന്നില്ലേ? നിനക്ക് ഓത്ത് തുടർന്നുകൂടായിരുന്നില്ലേ? മോനെ, നീ എന്തിനെ ഓത്ത് നിർത്തിയത്? അത് അല്ലാഹുവിന്റെ പ്രത്യേക മലക്കുകളുടെ വരവാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ മലായിക്കത്ത് വരുന്ന രംഗം നേരിട്ട് ആസ്വദിച്ച് മുത്ത് റസൂലുള്ളാഹിയോട് റിപ്പോർട്ട് ചെയ്ത സംഭവം കിതാബുകളിൽ 24 കാരറ്റ് തങ്കമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ വീടുകളിലും നാടുകളിലും നമ്മുടെ പള്ളികളിലും കോളേജുകളിലും നമ്മുടെ ദർസുകളിലും ഓർഫനേജുകളിലും
എല്ലാ ആലിമീങ്ങളും, എല്ലാ മുതഅല്ലിമീങ്ങളും, എല്ലാ കാരണവന്മാരും, എല്ലാ സഹോദരി സഹോദരന്മാരും ഖുർആൻ ഓത്തുകൊണ്ട് നിറയുന്ന സമയമാണ് റമളാൻ ശരീഫ്. ആ സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന മലക്കുകൾ, ദുർഗന്ധമുണ്ടോ? മലക്കുകൾ വരികയില്ല. പ്രതിമകളുണ്ടോ? മലക്കുകൾ വരികയില്ല. ജീവനിടിക്കാൻ കൽപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഫോട്ടോകളുണ്ടോ? മലക്കുകൾ വരികയില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ വളരെയധികം ശ്രദ്ധ വേണം. ഇപ്പോ റമളാന് പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ, ആലിമീങ്ങളെക്കാൾ കൂടുതൽ, മറ്റെല്ലാവരെക്കാളും കൂടുതൽ റമളാൻ വരുമ്പം സന്തോഷിക്കുന്നത് ചാനലിലാണ്. ഇപ്പൊ റമളാൻ പ്രോഗ്രാം. എന്താ റമളാൻ പ്രോഗ്രാം ചാനലില് റമളാൻ ഇങ്ങനെ കണ്ടാല് ഈദ് നൈറ്റ് റമളാൻ പ്രോഗ്രാം എന്നൊക്കെ കണ്ടാല് എന്താന്നറിയാം. ഞാൻ നാളെ ഒരു ബൈക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു മാപ്പിളപ്പാട്ടാണ് പരിപാടിയാണ്. ഞാൻ എന്റെ ഡ്രൈവറോട് വണ്ടി ഒന്ന് സ്ലോ ആയിക്കാണ്, മാപ്പിളപ്പാട്ടല്ലേ ഞമ്മക്കും രണ്ട് കേൾക്കാം. ഞാൻ വിചാരിച്ചു മോയിൻകുട്ടി വൈദ്യാര ബദർ പടപ്പാട്ടോ അല്ലെങ്കിൽ മലപ്പുറം കിസ്സപ്പാട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോ പാട്ട് കേൾക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കി നിർത്തി നോക്കുമ്പോ ഉദ്ഘാടന പാട്ടിന് ഒരു ചങ്ങായി സ്റ്റേജിൽ വന്നു. ഉദ്ഘാടനത്തിന് മാപ്പിളപ്പാട്ട് ഉദ്ഘാടനം ചെയ്ത് പാടുക. എന്താ പാടുന്നത്? എന്താണ് ഈ പ്രേമം, എന്താണ് ഈ പ്രേമം? മാപ്പിളപ്പാട്ട് തുടങ്ങാണ്. തുടക്കം തന്നെ എങ്ങനെയാണെങ്കിൽ ഇനി അതിന്റെ അപ്പുറം എന്താന്നുള്ളത് ഇനി പറയേണ്ടത്. എന്ന മാതിരി റമളാനിൽ ഖുർആൻ ഓതേണ്ട സമയം, ദിക്ർ ചൊല്ലേണ്ട സമയം, വഅദ് കേൾക്കേണ്ട സമയം, ഇഅ്തികാഫിരിക്കേണ്ട സമയം, സ്വലാത്ത് ചൊല്ലേണ്ട സമയം, ഈ സമയങ്ങളൊക്കെ ഈ ശൈത്താൻ പെട്ടിയുടെ മുന്നിൽ ഇരുന്ന് രസിച്ച് കളിച്ച് ആടി ചിരിച്ച് മതിച്ച് ഉറുമാരും പട്ടുറുമാരും പോലെ തന്നെ റമളാന്റെ രാത്രികൾ കഴിച്ചുകൂട്ടിയാൽ, പുന്നാര ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, റമളാൻ പ്രമാണിച്ച് പൂട്ടിവെച്ചടാ. റമളാനിൽ തുറക്കേണ്ട സംഗതി അതല്ല. നമുക്ക് ചിരിയും കളിയും പൊട്ടിച്ചിരിയുമായി കഴിയേണ്ട രാത്രിയല്ല റമളാന്റെ രാത്രി. നാളെ മഹ്ശറ വൻസഭയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആള് എരിപിരി കൊണ്ടിട്ട് ചവിട്ടി നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ നിൽക്കുന്ന ആള് ചവിട്ടി നിൽക്കാൻ കഴിയാതെ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. അവിടെ നിൽക്കുന്ന ആള് വിയർപ്പിൽ മുങ്ങിയിട്ട് വിഷമിക്കാൻ. അതിന്റെ അടിയിലുണ്ട് ഇവിടെ ഒരാൾ നിൽക്കണം. മൂപ്പരിങ്ങനെ കൂളായി, യാതൊരു പ്രയാസമല്ല, മൂപ്പര് റാഹത്തായിട്ട് നിൽക്കുക. എന്തേ അവിടെ ഒന്നുമില്ല ആളുകളെ പൊള്ളല് ഇയാൾക്കില്ലാത്തത്? ഇവിടെ നിൽക്കണ ഇയാൾക്കെന്തേ ആ പൊള്ളലൊന്നും ഇല്ലാത്തത്? ഹബീബ് റസൂലുള്ളാഹ് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെ എല്ലാവരെയും അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ത്യദിനം. ആ അവസാനത്തെ ഖിയാമത്ത് നാളിലേക്ക് നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ പടച്ച റബ്ബിന് മുമ്പിൽ മുഖാമുഖം നിൽക്കുന്ന സമയമാണ്. ആ സമയത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, ആ ദിവസത്തെ നിങ്ങൾ കാത്തോ, ആ ദിവസത്തേക്ക് വേണ്ടി തയ്യാറ് ചെയ്തോ. വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനത്തിന്റെ ഭാഗമായി വന്ന അവസാനത്തെ ആയത്താണത്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയാ ഫഫാളത് ലഹു ഐനാഹു ഖൗഫൻ കാരി. നമ്മുടെ വീടിന്റെ ചുമരുകൾ കേടുവന്നാൽ വൈറ്റ് വാഷ് ചെയ്ത് നന്നാക്കാം. നമ്മുടെ വീടിന്റെ ഡോറുകളും ജനലുകളും കേടുവന്നാൽ പെയിന്റ് അടിച്ച് നന്നാക്കാം. നമ്മുടെ വസ്ത്രങ്ങൾ കേടുവന്നാൽ വെള്ളത്തിലിട്ട് കഴുകി ശുദ്ധീകരിക്കാം. അങ്ങനെ ഓരോന്നും ശുദ്ധീകരിക്കാൻ അതിന് മരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബാകുന്ന പാത്രത്തിന് കേടുപറ്റിയിട്ട്, നമ്മുടെ കൽബാകുന്ന പാത്രത്തിൽ മാലിന്യം നിറഞ്ഞിട്ട് അസൂയ കൊണ്ട്, അതുപോലെ തന്നെ മറ്റു വേണ്ടാത്തരങ്ങളെ കൊണ്ട്, കളവ് കൊണ്ട്, നമ്മുടെ നാവ് കളവ് കൊണ്ട് ചീത്തയായി, നമ്മുടെ നാവ് ചീത്തയായപ്പോൾ കൽബ് ചീത്തയായി. അങ്ങനെ പ്രിയപ്പെട്ടവരെ,
പടച്ചവനെ നമ്മുടെ കൽബും നാവും ചീത്തയായാൽ ആ കൽബിനെ ശുദ്ധീകരിക്കാൻ ഏത് പെയിന്റ് അടിക്കണം, ഏത് വെയിറ്റ് വാഷ് ചെയ്യണം, ഏത് വെള്ളത്തിലിട്ട് കഴുകണം, അതിന് നമ്മുടെ ഭൗതികമായ മരുന്നില്ല കേട്ടോ. മറിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റജുലുൻ ദക്കറല്ലാഹ ഖാലിയം ഫഫാദത്ത് ഐനാ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണോ ആ കണ്ണുനീർത്തുള്ളികളെല്ലാം മഹ്ശറാ മുറ്റത്ത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാലിനടിയിൽ നമുക്ക് സംരക്ഷണമായി, നമുക്ക് കൂളായിട്ട് ഇങ്ങനെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, നല്ല കൂളർ, എന്തൊരു തണുപ്പാണ്. ആരാണ് ആ തണുപ്പിൽ നിൽക്കുന്ന ആള്? ഭൂമിയിൽ കണ്ണീരൊഴുക്കിയവരുണ്ടോ? ആ കണ്ണീര് നിനക്ക് ആഖിറത്തിൽ ചവിട്ടി നിൽക്കാനുള്ള തണലാണ് കേട്ടോ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ കരയേണ്ട സമയങ്ങൾ, കരയേണ്ട മണിക്കൂറുകൾ. ആയിഷ ബീവി കരഞ്ഞില്ലേ? ഖദീജ ബീവി കരഞ്ഞില്ലേ? മൈമൂന ബീവി കരഞ്ഞില്ലേ? ഹഫ്സ ബീവി കരഞ്ഞില്ലേ? ബീവി ഫാത്തിമത്ത് പൊട്ടിക്കരഞ്ഞില്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ പോറ്റുമ്മയല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6ാമത്തെ വയസ്സിൽ തന്റെ ഉമ്മ വഫാത്തായി പോയിട്ട് ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഐമനിൽ ബറക്ക, കറുത്ത് കറുത്ത് കരിക്കട്ടയെക്കാളും കറുത്ത നിറമുള്ള ശരീരമാണ് ഉമ്മു ഐമൻ ബീവി. മുത്തുനബിയുടെ വീട്ടിൽ വേലക്ക് വന്നതാണ് നേരത്തെ ഖദീജ ബീവിയുടെ കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ 6ാമത്തെ വയസ്സിൽ അബവായിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ പോയപ്പോൾ മകനെ മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് ആമിന ബീവി പറഞ്ഞു, മോനെ, നീ ഭാവിയിൽ ഇബ്രാഹിം നബി പ്രചരിപ്പിച്ച ദീൻ പറയുന്ന ആളാകും. ആ കാലത്ത് ഉമ്മ നിന്റെ കൂടെ ഉണ്ടാകൂലല്ലോ എന്നൊക്കെ പറഞ്ഞു ഉമ്മ മോനോട് ഇങ്ങനെ യാത്ര പറഞ്ഞു. 6 വയസ്സുകാരനായിരിക്കുന്ന കുട്ടിയുടെ വാപ്പ നേരത്തെ പോയതാണ്. ഉമ്മയും പോകുന്ന കാഴ്ച കണ്ടിട്ട് കുട്ടി ഇങ്ങനെ നോക്കി നിന്നു. ഉമ്മയുടെ സംസാരം നിന്നു, ഉമ്മയുടെ കണ്ണടച്ചു, ഉമ്മയുടെ ചുണ്ടടച്ചു, ഉമ്മയുടെ ശബ്ദമില്ല. ആ കൊച്ചുകുട്ടി ഉമ്മ 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 എന്ന് വിളിച്ചപ്പോൾ ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് ചുമലിലിട്ടു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മക്കത്ത് വന്നിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അബൂ താലിബിന്റെ വീട്ടിലേക്ക് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് സ്ഥിതി എന്നറിയോ? ആ വീട് വലിയ കുടുംബമുള്ള വീടാണ്, ഒരുപാട് മക്കളുള്ള വീടാണ്. ആ വീട്ടിൽ ആരാണുള്ളത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാണ് അവിടുത്തെ ഉമ്മ. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബിൻത് അസദ് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പൊ വീട്ടിലെ മക്കൾ എന്ത് ചെയ്യും? അറബികളെ പതിവനുസരിച്ച് അന്നും ഇന്നും വട്ടത്തിലിരുന്നിട്ട് ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കഴിക്കുന്ന, നമ്മളെ മാതിരി ഓരോരോ പ്ലേറ്റ് കിട്ടി കഴിക്കുന്ന സംസ്കാരമല്ല അറബികൾ ഒരു വട്ടപാത്രം, ആ വട്ടപാത്രത്തിൽ ഒരുമിച്ച് ഭക്ഷണം വിളമ്പിച്ച് കഴിക്കുന്ന രീതിയാണ്. ഈ രൂപത്തിൽ കഴിക്കാൻ തുടങ്ങിയപ്പോ വീട്ടിലെ കുട്ടികൾ ഒന്നായിട്ട് വന്നിട്ട് ഭക്ഷണം വാരി 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 കുട്ടികളൊക്കെ കഴിക്കാൻ തുടങ്ങി. മുഹമ്മദ് നബിയാകുന്ന 6 വയസ്സുകാരൻ അച്ചടക്കത്തോടെ ഭക്ഷണത്തിലേക്ക് നോക്കി നിൽക്കുന്നു, കഴിക്കുന്നില്ല. വാരി വലിച്ച് കഴിക്കാൻ കുട്ടി ശീലിച്ചിട്ടില്ല. ഫാത്തിമ ബിൻത് അസദാകുന്ന ആ വീട്ടിലെ ഉമ്മ ഇത് ഒരു പ്രാവശ്യം കണ്ടു. സുബ്ഹാനല്ലാഹ്, വീട്ടുകാരനോട് പറഞ്ഞു, മുഹമ്മദിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടു, നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവൻ വല്ലാത്ത അച്ചടക്കത്തിലിരിക്കുന്നത്. ഫാത്തിമ ബിൻത് അസദ് കുടുംബനാഥനോട് പറഞ്ഞു, അബൂ താലിബിനോട് പറഞ്ഞു, തീർച്ചയായും മുഹമ്മദിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടു. പിന്നെ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും? പിന്നീട് എപ്പോ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോഴും ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം പ്രത്യേകം എടുക്കും. എന്നിട്ട് കുടുംബനാഥനോട് പറയും, നിങ്ങളെ മക്കളും പേരക്കുട്ടികളൊക്കെ ചുറ്റുഭാഗത്തിൽ നിന്ന് കടിപിടി കൂടി കഴിക്കുമ്പോൾ മുഹമ്മദിന് ഭക്ഷണം കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ പാത്രത്തിലെ ഭക്ഷണം ഓനിക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാം.
ആ രൂപത്തിൽ മുത്തനബിയെ മഹബത്ത് വെച്ച ഉമ്മയാണ് ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ രോഗമായി കിടപ്പായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും വരും, ആ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കും, ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും, ഉമ്മാക്ക് വല്ലാത്ത സാന്ത്വനത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കും. ആ ഇടയ്ക്ക് ഫാത്തിമ ബിൻത് അസദ് വഫാത്തായപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും റസൂലുള്ളാഹി ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ വെള്ളം എടുത്തു വെച്ചു, നബി തങ്ങൾ കഫൻ ചെയ്യാനുള്ള വസ്ത്രം ഒരുക്കി വെച്ചു, എല്ലാം റെഡിയാക്കിയിട്ട് കുളിപ്പിക്കാനുള്ള ആളുകളൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറഞ്ഞു, കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വിവരം പറയണം. മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ് വിവരം കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ ശരീരത്തിലിടുന്ന ജുബ്ബയുണ്ട്, മുത്തുനബിയുടെ നീളക്കുപ്പായമുണ്ട്, ആ നീളക്കുപ്പായത്തിൽ ഒരെണ്ണം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദിന് നിങ്ങൾ ആദ്യം ഈ കുപ്പായം കൊണ്ട് വസ്ത്രം ധരിപ്പിക്കണം, മയ്യത്തിന് നിങ്ങൾ ആദ്യം എന്റെ ഈ കുപ്പായം ഇട്ടുകൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബിയുടെ ശരീരത്തിൽ ഒട്ടിക്കടന്ന വസ്ത്രം, ആ വസ്ത്രം എടുത്തിട്ട് ഫാത്തിമ ബിൻത് അസദിന് കഫംപുടയായി കൊടുത്തു. ആ കഫംപുടയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് അല്ലാഹു റസൂൽ പറയുന്നത്? എന്റെ പോറ്റുമ്മ ഖബറാകുന്ന മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ധരിച്ച കുപ്പായം എന്റെ ഉമ്മാന്റെ ശരീരത്തിൽ ഉണ്ടായാൽ അത് എന്റെ പോറ്റുമ്മാക്കൊരു കാവലാണ്. എന്നിട്ട് ജനാസ എടുക്കേണ്ട സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. മയ്യത്ത് അങ്ങോട്ടെടുത്തപ്പം റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിന്റെ ഒപ്പം നിൽക്കുകയാണ്. ആ കട്ടിലിങ്ങനെ പിടിച്ചുകൊണ്ട് റസൂലുള്ള ഒപ്പത്തിനൊപ്പം നടക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ജന്നത്തുൽ ബഖീഅ ഖബർസ്ഥാനിൽ ഫാത്തിമ ബിൻത് അസദിന്റെ ജനാസ അങ്ങ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് വന്നു. ആ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ ഇറങ്ങിയിട്ട് മയ്യത്ത് കിടക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ കിടന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഖബറേ, നിന്നോടൊരപേക്ഷ പറയാനുണ്ട്. ഈ ഖബറാകുന്ന നിന്റെ വയറ്റിലേക്ക് വരാൻ പോകുന്നത് ആരാണെന്നറിയോ? ഉമ്മീ ബഅദ ഉമ്മീ. 6ാമത്തെ വയസ്സിൽ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഉമ്മ പോയ വേദന അറിയാതെ, ഉമ്മയില്ലാത്ത വിഷമം അറിയാതെ, ഉമ്മമില്ലാത്ത പ്രയാസമറിയാതെ എന്നെ താരോലിച്ച, എന്നെ ഓമനിച്ച, എന്നെ ലാളിച്ച, എന്നെ പോറ്റിയ, എനിക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കി തന്ന എന്റെ ഉമ്മയുടെ ശേഷമുള്ള ഉമ്മ, ഉമ്മീ ബഅദ ഉമ്മീ. ഖബറേ, നിന്റെ വയറ്റിലേക്ക് വരാനിരിക്കുന്നത് എന്റെ പോറ്റുമ്മയാണ് ഖബറേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ കടന്നുകൊണ്ട്, പടച്ചോനെ, എന്റെ ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. ഇന്നി അസ്അലുക ബിഹഖി നബിയിക വബിഹഖിൽ അംബിയാഇ അല്ലദീന മിൻ ഖബ്ലി. അല്ലാഹുവേ, നിന്റെ നബിയായ എന്റെ ഹക്ക് കൊണ്ടും എന്റെ മുൻ കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളെ ഹക്ക് കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ ഉമ്മാന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഖബറിന്റെ 2 ഭിത്തികൾ ഉമ്മാനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് വാരിയെല്ലുകൾ തമ്മിൽ കോർക്കുന്ന അവസരം എന്റെ ഉമ്മാക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ് എന്ന് മുത്തുനബി ഖബറിൽ ഇറങ്ങി കടന്നിട്ട് ദുആ ചെയ്ത രംഗം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർക്കണം കേട്ടോ. ഉമ്മി ബഅദ ഉമ്മി, നാം ഓർക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലത്തെ എത്ര സംഭവങ്ങൾ നമുക്ക് ആഖിറത്തിലേക്കുള്ള കൃഷിക്ക് ഭക്തി കൂടാൻ
നമ്മുടെ കണ്ണിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ വരുന്ന കണ്ണുനീര്, ആ കണ്ണുനീര് നിലത്തുറ്റി വീണാൽ അതാണ് നാളെ മഹ്ശറാമുറ്റത്ത് നിൽക്കുമ്പോ നമ്മുടെ കാലിനടി പൊള്ളാതിരിക്കാനുള്ള തണുപ്പ് നമ്മുടെ കണ്ണുനീരാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കണ്ണുനീർ കൊണ്ട് റമളാനിൽ നമ്മൾ ഖൽബ് കഴുകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. തങ്ങളുപ്പാപ്പ അടുത്തെത്തിയിട്ടുണ്ട്. അതിനിടക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാര് വഖഫ് ചെയ്യുന്നതിന് വേണ്ടി 4 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. ആ 4 സെന്റ് ഭൂമിക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിന് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് ചെറിയ പൈസ എല്ലാരും കൂട്ടിക്കൊടുത്തിട്ട് ആ വഖഫിൽ നിങ്ങളൊക്കെ പങ്കാളികളാക്കാം. അതാണ് സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ രജിസ്റ്റർ അടക്കമുള്ള പൈസ കൂട്ടിയാൽ 1 സ്ക്വയർ ഫീറ്റിന് 500 ഉറുപ്യ വരും. 1 സ്ക്വയർ ഫീറ്റിന് 500 ഉറുപ്യ വരും. ഞാൻ നിങ്ങളോട് അധികം ചോദിക്കണില്ല. ആ സ്ഥലം താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഒരു സെന്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെ വഖഫ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്താൽ ഒരു സ്ക്വയർ ഫീറ്റ് ആയാലും വേണ്ട, 10 ആയാലും വേണ്ട, 5 ആയാലും പാടില്ല, ഒരു നല്ല മനസ്സിൽ ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് ഒരാളെ നോക്കാണി ആരാന്ന് എല്ലാരും ഇങ്ങനെ കുത്തിരുന്നിട്ട് ദൂരൊക്കെ നോക്കിയാ പോരാ. കൗത്തിന് പടട്ട് കുറെ ആളും പിന്നെ അടക്കാം. ഒന്ന് പോയി നോക്കാനും വേണം. അല്ലാഹു റബ്ബി, നമ്മളെ കൊളത്തൂർ ഉസ്താദിന്റെ അടക്കമുള്ള ഉസ്താദാണ് ഖാദർ ഉസ്താദ്. ഖാദർ ഉസ്താദ് അതിന്റെ തുടക്കം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. വേഗം പറയും. 2 സ്ക്വയർ ഫീറ്റ് മൂപ്പര വക ഉസ്മാന്റെ, അള്ളാഹു എന്നെ കബൂൽ ചെയ്യണേ. പാലൂർ ഉസ്മാന്റെ വക 2, നമ്മളെ ഖാദർ ഉസ്താദിന്റെത് 1. 2ന്റെ ഉദ്ഘാടനം മൂപ്പരും 1ന്റെ ഉദ്ഘാടനം ഉസ്താദും നിർവഹിച്ചിരിക്കണം. ഇനി ആരായാലും കൂടുന്നവര് വേം വേം പറഞ്ഞോളി. ബിസ്മില്ലാ. തങ്ങളുപ്പാപ്പാന്റെ ദുആയില് വല്ലാതെ നമുക്ക് ആ ദുആയിൽ ചേർന്ന് ഉമറാഖാന്റെ ഭാര്യ കൈച്ചമുത്താത്ത അടുത്ത് മരിച്ചതാണ്. അല്ലാഹു തആല ഭാര്യന്റെ ഖബർ സ്വർഗ്ഗായി കൊടുക്കട്ടെ, ഭാര്യയുടെ ഖബർ സ്വർഗ്ഗായി കൊടുക്കുമാറാവണം. ഉമറാഖാന്റെ KT കുഞ്ഞായ്മ 2, KT കുഞ്ഞായ്മ 2, സൈനുൽ ആബിദീൻ ഫാദിലി 10 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാൻ. 2 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കണം. അവർ വായിക്കോളെ. അൽഹംദുലില്ലാ. 1 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വേം വേം പറഞ്ഞു. ഇബ്രാഹിം മുസ്ലിയാരത്തിന്, ഇബ്രാഹിം മുസ്ലിയാരത്തിന് 1. അൽഹംദുലില്ലാ. നേരത്തെ 10 പറഞ്ഞ രീതിയിൽ അപ്പൊ അൽഹംദുലില്ലാ. വേം വേം പറയും. തങ്ങൾ പാപ്പ വരുമ്പോഴത്തേന് ഇബ്രാഹിം മുസ്ലിയാർ 3. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വേറൊരു സ്നേഹിതൻ 1. അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ. വേറൊരാൾ 1. അല്ലാഹു എന്നെ സ്വീകരിക്കണം റഹ്മാൻ. അൽഹംദുലില്ലാ. അജാർക്ക് പ്രത്യേകം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എന്നെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ ആളുകൾക്കെല്ലാം നിന്റെ മലായികത്തിനെ കൊണ്ട് കാവൽ കൊടുക്കണേ അല്ലാഹ്, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. താജുൽ ഉലമയുടെ പേരിലുള്ള 1 സ്ക്വയർ ഫീറ്റ് 500 ഉറുപ്പ്യാണ് 1 സ്ക്വയർ ഫീറ്റിന്. അത് KP ഹംസ 1 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ആരാ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. തങ്ങൾ പാപ്പ 5 മിനിറ്റ് ക്ഷീണം മാറ്റുമ്പോഴേക്ക് നമുക്ക് ആ സ്ക്വയർ ഫീറ്റാണ് പൂർത്തിയാക്കണം. ബിൽഡിംഗ് പാടെ നിൽക്കുന്ന ഈ തെരണ്ടായിട്ടല്ലേ കെട്ടിട്ടുണ്ടാക്കരുത്. ഇൻഷാ അല്ലാഹ് സ്ഥലം കണ്ടായപ്പോ എന്നിട്ട് നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാം. അതല്ലേ ഇൻഷാ അല്ലാഹ്. ഞാനാണ് സ്ക്വയർ ഫീറ്റ്. ഇത് മക്കളെ ഭൂമി വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ വഖഫിന്റെ ഭൂമി മുകൾ ഭാഗത്ത് നിന്ന് കാണുന്ന മലക്കുകൾക്ക് പ്രകാശിച്ച് കാണുന്ന ഭൂമിയാണ് വഖഫിന്റെ ഭൂമി. അപ്പൊ പെണ്ണുങ്ങളെടുത്ത് കൂടെ ഒക്കെ വളണ്ടിയർമാര് പോയിക്കണം. അയാള് കുറെ ആള് കൗത്തിൽ മാലിയിട്ട് കാണുക നടക്കാൻ നല്ലത്. ചെയ്താലും അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കണം. നിങ്ങളെ മകൻ കുറച്ചു മുമ്പ്
മുഹമ്മദ് അമീൻ എന്ന മകന്റെ പേരിൽ ഉസ്താദ് ഒരു സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറും. വണ്ടുന്തറ ഹമീദ് അൽഹംദുലില്ലാ 2 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. ചുവൽപ്പറ്റ ഫാത്തിമ 5 സ്ക്വയർ ഫീറ്റ് 1 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. വണ്ടുന്തറ സിദ്ദീഖ് 2 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എല്ലാവർക്കും തങ്ങൾ വാപ്പ ദ്വാരക്കും ബിസ്മില്ലാ. 1 സ്ക്വയർ ഫീറ്റിന് റൈസർ അടക്കം 500 ഉറുപ്പിയുള്ളൂ. അതല്ലേ എല്ലാവരും ചെയ്യുന്നത്? അതല്ലേ അൽഹംദുലില്ലാ. എവിടെ ആ പെണ്ണുങ്ങളെ ഭാഗത്ത് കൂടെ ഒക്കെ 2 കുട്ടികൾ പോയി നോക്കി ഞങ്ങളെ നിങ്ങൾ ഈ മാലിന്യ മാനതക്കണ ഒരാൾക്ക് ഞാൻ തരാം. ഒന്ന് പോയി നോക്കണ്ട. പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കോ? എന്താ അവര് മുദ്രാവാക്യം വിളിച്ചിരുന്ന പെണ്ണുങ്ങളല്ലല്ലോ. ഒലൊക്കെ നല്ല സ്ത്രീകൾ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ വേദിയിൽ നമ്മൾ പിന്നെ മൂന്നാക്കൽ സ്വലാത്തിൽ നമ്മളെ കൊളത്തൂര് ഇർഷാദിയിൽ അവിടെയൊക്കെ വരുമ്പം ഈ പെണ്ണുങ്ങളൊക്കെ എന്താ അച്ചടക്കത്തിലാണ്. അള്ളാഹു എല്ലാ സ്ത്രീകൾക്കും റഹ്മത്ത് ചെയ്യുമാറാവണം. അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവണം. അൽഹംദുലില്ലാ. ആചാര്യത്തിൽ 2 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. ഒന്നങ്ങോട്ട് കൊടുക്കും അൽഹംദുലില്ലാ. ഒരു സഹോദരൻ 5 സ്ക്വയർ ഫീറ്റ് അള്ളാഹു കബൂലാക്കുമാറാവണം. അള്ളാഹു സ്വീകരിക്കുമാറാവണം. അൽഹംദുലില്ലാ. കണക്കഞ്ചേരി ഹുസൈൻ 1 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കണം. നിങ്ങൾ എഴുതുന്നുണ്ടോ? അൽഹംദുലില്ലാ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ അൽഹംദുലില്ലാ. ആ സഹോദരിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവണം. അൽഹംദുലില്ലാ. 1 സ്ക്വയർ ഫീറ്റ് വേറൊരു സ്നേഹിത അള്ളാഹു കബൂലാക്കുമാറാവണം. അൽഹംദുലില്ലാ. ഹംസ ഫാത്തിമ സ്റ്റോർ 1 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ഞാമദാജി നമ്മളെ പടച്ചോനെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഈമാൻ കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 500 ഉറുപ്പിയുള്ള 1 സ്ക്വയർ ഫീറ്റിന് പടച്ചോനെ എന്ത് നല്ല ആദായമുള്ള സംഗതിയാണിത്. ഈ ശഅബാൻ മാസത്തിൽ നമുക്ക് വലിയൊരു സംഗതി കിട്ടിയാണ്. അതാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മോനെ ആചാരം ഒന്ന് പിടിച്ചു കൊടുത്താണ് പടച്ചോനെ പടച്ചോനെ. അൽഹംദുലില്ലാ. ശ്രദ്ധിക്കും അൽഹംദുലില്ലാ. തങ്ങൾ പാപ്പാനെ ഒന്ന് തൊടാനുള്ള പൂതിക്ക് വരികയാണ് ഇപ്പത്. അൽഹംദുലില്ലാ. ഇനി ആരാണ് സ്ക്വയർ ഫീറ്റ് വേം വരണം? സ്ത്രീകളെ ഭാഗത്തു നിന്നൊക്കെ പാടെ ഇവിടെ അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവണം. പിന്നെ ആരാണ്? 500 ഉറുപ്പിയുള്ള 1 സ്ക്വയർ ഫീറ്റിന്. ഇത് നമുക്ക് ഈ വഖഫിലെ വലിയൊരു സംഗതിയാണ്. താജുൽ ഉലമ തങ്ങൾ പാപ്പാനെപ്പുള്ള വലിയൊരു സംഗതി. ബിസ്മില്ലാ. പേര് വേണ്ട. അള്ളാഹു ആഖിറത്തിൽ പേര് നന്നാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി വരി 1 സ്ക്വയർ ഫീറ്റ് എല്ലാവരും ചേരണം. നമ്മളെ സഹോദരിമാരടുത്തൊക്കെ ഇപ്പൊ ഈ ഉംറ വിസക്കാർ കുറഞ്ഞപ്പോഴേ പെണ്ണുങ്ങളടുത്തൊക്കെ കായ് കമ്മിയായി. എന്നാലും 500 ഇല്ലാതെ കൂടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മക്കളെ അയാളെ ആയിഷത്തമ്പുള്ളി 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവണം. 2 പേരും അറിയാത്തവരും ഒരു ആയിഷയും 3 പെണ്ണുങ്ങളുള്ളൂ ആകെ വർഷവന്. പിന്നെ ഒന്ന് ഞാരാണ് അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കുമാറാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അതെ അതാണ് വാങ്ങിക്കാൻ. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ ഈ സെന്റർ ഖുത്ബിയത്തിന്റെ സെന്ററാണ്. അത് നമുക്ക് നല്ല റാഹത്താക്കിയിട്ടുണ്ടാക്കണം. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സ്ഥലം പൂർത്തിയായിട്ട് വേണം നമ്മളെ ഇതാക്കാൻ. ഇൻഷാ അല്ലാഹ്. വേഗം ഇത്രയും നേരം പോയിട്ട് ഒരാളെ കിട്ടി പേര് വേണ്ടേ? അള്ളാഹു ആഖിറത്തിൽ പേര് കൊടുക്കട്ടെ. അള്ളാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. വാങ്ങിക്കാണി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു തആല സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. പടച്ചോനെ നീ ഈമാൻ നൽകണേ അല്ലാഹ്. 10 സ്ക്വയർ ഫീറ്റ് സിദ്ദീഖ്. അൽഹംദുലില്ലാ. സിദ്ദീഖിന് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. സിദ്ദീഖിന് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. 1 സ്ക്വയർ മുഹമ്മദ് ഷാജി 1 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. 10 സ്ക്വയർ ഫീറ്റ്. പിന്നെ 2000 സ്ക്വയർ ഫീറ്റ് കിട്ടണം നമുക്ക് അല്ലേ? ഇർഷാദിന്റെ ആള് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കണം മൂപ്പർക്ക്. അള്ളാഹു തആല നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ.
ഒരു സഹോദരി 2 സെന്റ്. അള്ളാഹു ആ സഹോദരിക്ക് ഈമാൻ കൊടുക്കട്ടെ, കുടുംബത്തിലൊക്കെ റാഹത്ത് കൊടുക്കുമാറാവും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നാരാ നമുക്ക് 2000 സ്ക്വയർ ഫീറ്റ് വേണം, ഇതൊക്കെ പാടെ ആയിക്കിട്ടണ്ടേ. അൽഹംദുലില്ലാ. അതാക്കണം മൂപ്പര് അത് 1 സ്ക്വയർ ഫീറ്റ് ആ മൊയ്സിന് 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു ഖബൂലാക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഞാനുണ്ട് അല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആലിക്കുട്ടി ചമ്പല അൽഹംദുലില്ലാ. അള്ളാഹു നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പിന്നാരാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നോട്ടീസ് പിന്നെയും വായിച്ചു ഞങ്ങൾ ദീ നോക്കി അൽഹംദുലില്ലാ. മുഹമ്മദ് മുസ്തഫ 2 സ്ക്വയർ ഫീറ്റ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 1 പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 2 സ്ക്വയർ ഫീറ്റ് അള്ളാഹു ഈമാൻ കൊടുക്കട്ടെ. ചന്തം CM മുസ്തഫ നേരത്തെ പറഞ്ഞില്ലേ, അത് വേറെ, അത് ജ്യേഷ്ഠ മുസ്തഫ 2. അള്ളാഹ് മുസ്തഫാക്കും ഈ പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നാരാണ് ഒരു സഹോദരി. പേര് വേണ്ടല്ലോ, പേര് അള്ളാഹിന്റെ റെക്കോർഡിലുണ്ടായാൽ മതിയല്ലോ. അള്ളാഹു തആല സന്തോഷം കൊടുക്കട്ടെ, അള്ളാഹു ഈമാൻ കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ബി സലാം 1 സ്ക്വയർ ഫീറ്റ് പി സലാം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. VP റസാഖ് 2 അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. 2 വേം പറ്റേ, നമുക്ക് 2000 തികഞ്ഞാൽ മതി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ ആരെ അൽഹംദുലില്ലാ. തങ്ങൾ പാപ്പേ വളരെ ക്ഷീണിച്ചു വരിക. തങ്ങൾ സ്റ്റേജിലെത്തിയാൽ പിന്നെ വേഗം നിർത്തി കൊടുക്കലാണ് ഞങ്ങളൊക്കെ പതിവ്. ഇത് തങ്ങൾ പാപ്പ നേരത്തെ മന്ത്രിച്ചതേനല്ലേ? അതാ എന്നാലും ഒന്ന് തൊട്ടു വെച്ചേ. അൽഹംദുലില്ലാ. അതല്ല അതിന്റെ പൊരുത്തം. അൽഹംദുലില്ലാ. ഒരു സഹോദരി 1 സ്ക്വയർ ഫീറ്റ് അല്ലാഹ് അൽഹംദുലില്ലാ. സഹോദരിമാർക്കൊക്കെ അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ. പഠിച്ചോനെ നനച്ചൂളിന്റെ ഒക്കെ മാസാണ്, പെണ്ണുങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. നീക്ക് നനച്ചുളി നല്ല ഓർമ്മയത്. ഞാൻ വരുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേ നനച്ചൂളിന്റെ സംഗതിയൊക്കെ. അപ്പോഴാണ് ഇപ്പോൾ ഓളെ വിഷമം ആലോചിച്ചപ്പോഴപ്പോൾ ഒക്കെ ഓർമ്മയായത്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് കൊടുക്കട്ടെ, അല്ലാഹു എല്ലാവർക്കും രോഗത്തിന് ശിഫ കൊടുക്കട്ടെ. ഞാൻ സ്ക്വയർ ഫീറ്റ് ചേരാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതെ, തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ തടയാനും വയ്യ, തടയാതെക്കാനും വയ്യ. തങ്ങൾ പാപ്പാന്റെ ക്ഷീണവും വിഷമവും ആലോചിച്ചാൽ നമുക്ക് തടുത്താം. വരുന്നോലെ വിഷമോ, ഇതുപോലെ കുട്ടികളെ രോഗം പോലെ മാനസികമായ ബുദ്ധിമുട്ട്, വിഷമം, ഇതൊക്കെ കൂടെ രണ്ടും കൂടി നോക്കുമ്പോൾ ഒരു സഹോദരി അൽഹംദുലില്ലാ. സഹോദരിക്ക് അല്ലാഹു ഈമാൻ കൊടുക്കട്ടെ. ഞാരോട്ടിയ പേര് ഇല്ല അൽഹംദുലില്ലാ. പേരൊക്കെ അല്ലാഹു ആഖിറത്തിൽ റെക്കോർഡാക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അലി എത്ര 1 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. അലിക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഞാനാണ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്താ കുട്ടിയ? പാലശ്ശേരി മുഹമ്മദ് 1 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു തആല റാഹത്ത് കൊടുക്കട്ടെ. 2 സ്ക്വയർ ഫീറ്റ് ഒരു സ്ത്രീ 2 സ്ക്വയർ ഫീറ്റ് വേറൊരു സ്ത്രീ 1 സ്ക്വയർ ഫീറ്റ്. അമ്മാന്റെയും പെണ്ണുങ്ങളെയും പേരിൽ പറഞ്ഞുകൊണ്ട് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെയാ വേണ്ടത്. അൽഹംദുലില്ലാ. നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോഴേ അവർക്കുമായി ഞമ്മക്കുമായി അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഗൾഫിൽ നിന്ന് 10, ഗൾഫിൽ നിന്ന് 2, അവിടുത്തെ 2 ഇവിടുത്തെ 2. അൽഹംദുലില്ലാ. കുഞ്ഞാണിയൊക്കെ അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ, അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ. പിന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ സഭയിൽ ദുആ കിട്ടാനാണ് ഇപ്പം മൂപ്പർ പറഞ്ഞത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എന്നാ നമുക്ക് നിർത്താണ്, തങ്ങൾ പാപ്പാന്റെ ദുആ ആരംഭിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എത്രയോ ഒരു സഹോദരി 1 സ്ക്വയർ ഫീറ്റ് അല്ലാഹു നീ ഈമാൻ കൊടുക്കണേ അല്ലാഹ്, നീ തഖ്വ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാ
ആ ഉമ്മമാരോടൊക്കെ വന്ന് വാങ്ങിക്കാണ്ടാണ് ഒന്ന് ഇത് കൊടുത്താൽ കുട്ടികളൊക്കെ ദാഹിച്ചു വന്നില്ലേ. അള്ളാഹു തആല സഹോദരിമാർക്കൊക്കെ റാഹത്ത് കൊടുക്കട്ടെ. വീട്ടിന്റെ ഉള്ളിൽ പല രോഗം വിഷമം മനസ്സ് കത്തിങ്ങാണ്ടാണ് നമ്മളൊക്കെ ഈ ആൾക്കാരൊക്കെ ഈ ഇക്കരുത്. പടച്ചോനെ തങ്ങൾ പാപ്പാന്റെ ഈ ദുആക്ക് കൂടിയിട്ട് ഞങ്ങളെ കത്തണ കൽബിന് നീ ഒരു പരിഹാരം തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് താങ്ങാനാകാത്ത ഒരുപാട് കുടുംബ പ്രശ്നമുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, നീ തീർത്തു തരണം റഹ്മാനെ. താങ്ങാനാവാത്ത കടണ്ട് നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പടച്ചോനെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുമാലുണ്ടായിട്ട് വർത്താനായി ഉമ്മയാണ് കണ്ണീരിലുണ്ടാകുന്നത്. പടച്ചോനെ അങ്ങനത്തെ വീടുകളിലൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ല, നീ റാഹത്ത് കൊടുക്കണേ അല്ല, മക്കളെ കൊണ്ടൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ല. ഒരാളും കൂടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളും കൂടി അൽഹംദുലില്ലാഹ്. വേറൊരാളും കൂടി 2 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാഹ്. ഒരാൾ 1 സ്ക്വയർ ഫീറ്റ് 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ കബൂലാക്കണം റഹ്മാൻ, നീ സ്വീകരിക്കണം റഹ്മാൻ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് സമയം പിന്നെ അവിടെ തിരക്കിയാൽ നമ്മളെ സൗണ്ട് പോയി പോകും. അവിടെ അവിടെ ഒന്ന് വളണ്ടിയർമാർ നിന്നുകാണ്ട് അവിടേക്ക് വരുന്നതൊന്ന് ഇങ്ങോട്ട് വന്നോളി, ഇങ്ങോട്ട് പോന്നോളൂ. ഖൈറുന്നിസ ഭർത്താവിന്റെ പേരിൽ പടച്ചോനെ ഭർത്താവിന് നീ ആഖിറം നന്നായി കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അണ്ടങ്ങൾ ഈ പാതിര സമയമായിട്ടും ഇത്രയും ആളുകൾ, എത്ര പ്രായമുള്ളവരുണ്ട്, ആ പെണ്ണുങ്ങളൊക്കെ എത്ര നേരായി പടച്ചോനൊക്കെ ഇരിക്കണം. റബ്ബേ നീ ഈമാൻ കൊടുക്കണേ അല്ലാ, നീ തഖ്വ കൊടുക്കണേ അല്ലാ, മക്കളെ കൊണ്ടൊക്കെ നല്ല സന്തോഷം കൊടുക്കണേ അല്ലാ, കുടുംബത്തിലൊക്കെ റാഹത്ത് കൊടുക്കണേ അല്ലാ. പടച്ചോനെ റമളാനു ശരീഫാണ് വരുന്നത്, ഒരാൾക്കും നോമ്പ് മുടങ്ങണ ഒരു രോഗം നീ തരല്ലേ റഹ്മാനെ. നോമ്പിന് കുടുംബത്തിൽ ഒരാൾ ആസ്പത്രിയിൽ ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ എല്ലാവരും ഓത്തും മുടങ്ങും. പടച്ചോനെ നീ കാക്കണം റഹ്മാനെ, നീ കാവലാകണം റഹ്മാനെ, നീ സന്തോഷം നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ദുആ ഇതിലേക്ക് കടക്കുകയാണ്. ഞാൻ നിർത്തുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ കൊളത്തൂർ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ കൽബും നമ്മുടെ കരളും അതൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ വിറകായി പോകുന്നതിൽ നിന്ന് എല്ലാവർക്കും കാവൽ വേണമെന്ന് മാത്രം ഉണർത്തി. അസ്സലാമു അലൈക്കും.